നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദർപൂരിൽ നിന്നും സിൽച്ചാറിലേക്ക് പോകുന്നതാണ് ട്ടോ. ശരിക്കും ഈ ഒരു യാത്രക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു 7 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടിയിട്ട് അവരെ വീണ്ടും കാണാനാണ് പോണത്. ഈ ഒരു ദീദിയുടെ വീട്ടിലാണ് നമ്മൾ നിന്നത്. ദീദിക്ക് നമ്മളെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. ഇപ്പോൾ ദീദി ചെല്ലണത് ദീദിയുടെ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആൾ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഉറക്കപ്പിച്ചിൽ ആൾ എണീച്ച് വന്നിട്ടാ. ശരിക്കും ആൾക്ക് നമ്മളെ കണ്ടതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. അവൻ ഉറക്കത്തിലേക്ക് ഉണ്ടാകട്ടെ, അവന് ശരിക്കും സന്തോഷമായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടാ. ദീദിയുടെ ഹസ്ബൻഡും ഇല്ല, അതുപോലെ തന്നെ ദീദിയുടെ മോളും ഇല്ല കേട്ടോ. മോളുടെ കല്യാണം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഹസ്ബൻഡ് എന്തോ ജോലിക്ക് പോയേക്കണേണ്ട. അങ്ങനെ നമ്മൾ ഇവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങണേണ്ട. ഒരു 7 മാസം മുമ്പുള്ള ബന്ധത്തിന്റെ പേരിലാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഫാമിലിനെ കാണാൻ വേണ്ടി വന്നേട്ടാ. സത്യം പറയുന്നത് ഭയങ്കര സന്തോഷം. ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. നമ്മൾ നേരെ പോണേക്ക് ഒരു കിടിലം കാഴ്ചയുണ്ട്. ഇതൊരു റെയിൽവേ ട്രാക്കാണ്ട്. ഇതിലൂടെ ഒരു ട്രെയിനും കൂടെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ആൾക്കാരൊക്കെ നടന്നു കൊണ്ടിട്ടാ. അതുപോലെ ഈ ഒരു ബയ്യനെ നമ്മൾ 7 മാസങ്ങൾക്ക് മുമ്പ് കണ്ടേട്ടാ. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാർക്ക് സർപ്രൈസ് കൊടുക്കില്ല. അപ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അങ്ങനെ ബയ്യനോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് എനിക്ക് വെള്ളമൊക്കെ മേടിച്ചു തന്നിട്ടാ പുള്ളിയുടെ കടയിൽ നിന്ന്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടാ. ഇവൻ കേദാർനാഥ് വരെ സൈക്കിളിന് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടാ. അപ്പോഴത്തേക്കും നമുക്ക് തങ്ങാനൊരു സ്ഥലം കിട്ടി. ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ നാളെ ഇടാട്ടാ.